ഞങ്ങൾ പണ്ട് പറയാറുണ്ടല്ലോ, അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ ആണ്. ഓൾ ഇന്ത്യ റേഡിയോയോട് നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഒരാൾ ചോദ്യം ചോദിച്ചപ്പോ വീട്ടിൽ പോയി ചോദിക്കാനാ പറഞ്ഞത്. വീട്ടിലല്ല, ജനങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും. വീട്ടിൽ പോയിട്ടല്ല, തെരുവിലിറങ്ങി ജനങ്ങൾ ചോദ്യം ചോദിക്കും. നിങ്ങളുടെ ദുഷ്ചെയ്തികളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പൊ ഡീൽ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പ്രകോപിതനായി മുഖ്യമന്ത്രി. ഞാൻ കുറെ സീറ്റുകളുടെ കാര്യം ഇന്നലെ പറഞ്ഞു അല്ലെ, പാലക്കാട് പറഞ്ഞു, കോന്നി പറഞ്ഞു, റാന്നി പറഞ്ഞു. ഏറ്റുമാനൂർ എന്തായിരുന്നു? ഏറ്റുമാനൂർ ഇപ്പോ BJP സ്ഥാനാർത്ഥിയില്ല. 2020 ഏറ്റുമാനൂര് BJP വോട്ട് പിടിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം. തൃപ്പൂണിത്തുറയിൽ 23,000-ലധികം വോട്ട് BJP പിടിക്കുകയും BJP തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിക്കുകയും ചെയ്ത സ്ഥലമാണ്. അവിടെ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. 2020 ഇതാണ് സ്ഥിതി. ചെങ്ങന്നൂരിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തി, പക്ഷേ പാർട്ടിക്കകത്ത് ഭയങ്കര കലാപം ഉണ്ടാക്കുന്ന ആളെ നിർത്തിക്കൊടുത്തു. വീണ്ടും ആറന്മുളയിൽ ഘടകകക്ഷിക്ക് കൊടുക്കാൻ പോയപ്പോ BJPയിൽ കലാപം ഉണ്ടായതുകൊണ്ടാണ് കുമ്മനന്റെ ആശയത്തിന് സീറ്റ് കൊടുത്തത്. അപ്പൊ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. മുഖ്യമന്ത്രി എന്തിനാ പ്രകോപിതനാവുന്നത്? മുഖ്യമന്ത്രി കോലീബി എന്ന് പറയാ. ആ മുഖ്യമന്ത്രിയല്ലേ RSSന്റെ കൂടെ പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയത് 77? ആർക്കറിയാൻ പാടില്ലാത്തത്? സ്ത്രീ എമ്മുമായി അടച്ചിട്ട മുറിയിൽ RSS നേതാക്കളുമായി മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയതാര? പിണറായി വിജയനാണ്, VD സതീശനല്ല. അദ്ദേഹത്തെ ഓർമ്മിക്കാണ് ഞാൻ. മസ്കറ്റ് ഹോട്ടലിൽ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ RSS നേതാക്കളുമായി രഹസ്യമായി ചർച്ച നടത്തിയത് പിണറായി വിജയനാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇപ്പോ എന്താ CPM നേതാക്കൾ ചെയ്യുന്നത്? മുഖ്യമന്ത്രി അതിന് ഒരു മാർഗനിർദ്ദേശം കൊടുക്കുകയാണ്. അദ്ദേഹം മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത കുറെ വാക്കുകളുണ്ട്. എന്താണ്? നികൃഷ്ട ജീവി, പരനാറി, കുലംകുത്തി, ചെറ്റ. ഇപ്പൊ ബാക്കി നേതാക്കന്മാര് ഐസക്കിന്റെ സംഭാവന കോമാളി. ഒരു കലാകാരനെ കോമാളി എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. സാംസ്കാരിക പ്രവർത്തകരെ അപമാനിക്കുന്ന തരത്തിൽ സിനിമയിൽ ഹാസ്യവേഷം ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു നടനെ, ഒരു കലാകാരനെ, ഒരു സാംസ്കാരിക പ്രവർത്തകനെ കോമാളി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ്. ചെറ്റ എന്ന് പറയുന്ന വാക്ക് ചാരുതയുള്ള പ്രയോഗമാണെന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഞാൻ പറയട്ടെ, ഭാഷയിലും സാംസ്കാരിക ഇടങ്ങളിലും പൊതുമണ്ഡലത്തിലും ഇവരുടെ നാവിൽ നിന്ന് പെയ്തു വീണ ഈ വൃത്തികെട്ട വാക്കുകൾ അത് ശുചീകരിക്കാൻ ഒരു സാംസ്കാരിക ഹരിതകർമ്മസേന ഉണ്ടാക്കേണ്ടി വരും. ഇതെല്ലാം അടിച്ചുവാരി തുടയ്ക്കാൻ സാംസ്കാരിക ഹരിതകർമ്മസേനയുടെ ജോലി അവര് നാട് വൃത്തിയാക്കലാണ്. ഇവരുടെ നാവിൽ നിന്ന് വീണ ഈ വൃത്തികെട്ട വാക്കുകൾ അത് അടിച്ചു മാറ്റാൻ ഒരു പുതിയ സാംസ്കാരിക ഹരിതകർമ്മ സേന. മുഖ്യമന്ത്രി എന്തിനാ ഇത്ര പ്രകോപിതനാകുന്നത്? എന്തിനാ ഇത്തരം മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്? രാഷ്ട്രീയക്കാരെ കുറിച്ച് ആളുകൾക്ക് പുച്ഛമുണ്ടാവും. ഇത്തരം വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചാൽ എത്ര മനോഹരമായ വാക്കുകളുള്ള ഭാഷയാണ് മലയാളം. അവിടെ നിന്നാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങള് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. എന്താ രക്ഷാപ്രവർത്തനം? രാഹുൽ ഗാന്ധി പറഞ്ഞു 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. അത് സാധാരണക്കാരെ ചേർത്ത് പിടിക്കാനുള്ള ഗ്യാരണ്ടിയാണ് അല്ലെ? ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതാണ് രക്ഷാപ്രവർത്തനം. അല്ലാതെ ചെടിച്ചട്ടി കൊണ്ടും സെക്യൂരിറ്റി ഗാർഡിന്റെ വടി കൊണ്ടും ചെറുപ്പക്കാരെ തല്ലിച്ചതയ്ക്കുന്നതല്ല രക്ഷാപ്രവർത്തനം. അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ CPM വിട്ടുവരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കുന്നതിലാണ് ഇവർക്ക് വിഷമം. CPM വിട്ടുപോരുന്നവരെ കൊല്ലുന്നതായിരുന്നു CPMന്റെ പരിപാടി. 52 വെട്ടുവെട്ടിക്കൊന്ന ചന്ദ്രശേഖരന്റെ ഓർമ്മ കേരളത്തിൽ നിന്ന് മാറിയിട്ടില്ല, കേരളത്തിന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായവർക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കുകയും ചെയ്യും. ഇന്ന് മുഖ്യമന്ത്രി വേറൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. നാട് മുഴുവൻ വ്യഭിചരിച്ച് നടന്നവനെ പ്രതിപക്ഷ നേതാവ് പിന്തുണച്ചു എന്നുള്ളൊരു വാക്ക്. സ്വയം കണ്ണാടി നോക്കിയാൽ മതി. പിണറായി വിജയൻ സ്വയം ഒന്ന് കണ്ണാടി നോക്കണം. അപ്പോഴാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായി അല്ലെ
ഒരു ചലച്ചിത്ര പ്രവർത്തക കൊടുത്ത പരാതി പോലീസിന് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയുടെ മുഖം മുഖ്യമന്ത്രി കാണും, കണ്ണാടിയിൽ കാണും, കണ്ണാടിയിൽ അല്ലേ. 2 കൊല്ലം MLA-ക്കെതിരായി ആക്ഷേപം വന്നിട്ടും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടി നേതാവായ പിണറായി വിജയന്റെ മുഖവും അദ്ദേഹത്തിന് കണ്ണാടിയിൽ കാണാം. തിരിഞ്ഞു നോക്കുമ്പോ പ്രതിപക്ഷ നേതാവ് എന്താണ് ഇക്കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് എന്ന് കാർക്കശ്യം നിറഞ്ഞ നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഒരാളും എടുക്കാത്ത, എനിക്ക് വിഷമമുണ്ടാക്കിയിരുന്നു, എനിക്ക് എന്റെ ചങ്ക് പൊട്ടിക്കൊണ്ടാണ്. എങ്കിലും ആ തീരുമാനം കാർക്കശ്യം നിറഞ്ഞ തീരുമാനമാണ് എടുത്തത്. ഈ മുഖ്യമന്ത്രി എന്താ 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുള്ളപ്പോ ഗണേശ് കുമാറിനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായി. എല്ലാവരും പറയും കുടുംബ പ്രശ്നം. അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് ഗണേശനെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഗണേശന്റെ രാജി എഴുതി വാങ്ങി ഉമ്മൻചാണ്ടി. ഇപ്പൊ അതിനേക്കാൾ രൂക്ഷമായ പ്രശ്നം ഗണേശന്റെ ഉണ്ടായി. അപ്പൊ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ, രാജിവെക്കേണ്ട ആവശ്യമില്ല, കുടുംബ പ്രശ്നമാണെന്ന് പറയുന്നു. ആ 2013 ഈ 2026 കൂടി ഒന്ന് കൂട്ടിവെച്ചിട്ട് ഒന്ന് കണ്ണാടി നോക്ക്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പമാണ്. വൃത്തികേട് കാണിക്കുന്നവന്മാരോടൊപ്പം, വൃത്തികേട് കാണിക്കുന്ന തോന്നിയാസം കാണിക്കുന്നവരോടൊപ്പമാണ്. അയ്യപ്പന്റെ സ്വർണം കക്കുന്നവരോടൊപ്പമാണ്. അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന്മാർക്ക് വിറ്റ കവർച്ചക്കാരുടെ കൂടെയാണ് നിങ്ങൾ. നിങ്ങൾ സ്ത്രീകളെ അപമാനിച്ചവരുടെ കൂടെയാണ് നിങ്ങൾ. നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പം, വൃത്തികെട്ടവന്മാരോടൊപ്പമാണ് നിങ്ങൾ. നിങ്ങളെ കണ്ണാടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എന്റെ മറുപടി പിണറായി വിജയനുള്ള.